ഹായ് ഹലോ നമസ്കാരം. NIOS +2 അക്കൗണ്ടൻസി സിലബസിൽ നമുക്ക് 6 മൊഡ്യൂളുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 6 മൊഡ്യൂളുകളിലും നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും പഠിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അക്കൗണ്ടൻസി സിലബസിന് ബസിഫിക്കേഷൻ സിലബസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാമിന് 20 ലെസൺസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കി 14 ലെസൺസ് TMAക്ക് ഉള്ള ഭാഗമാണ്. അപ്പോൾ TMAക്ക് ഉള്ളത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അസൈൻമെൻറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയിൽ അക്കൗണ്ടിങ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു മൊഡ്യൂളാണ്. അതിൽ ടോട്ടൽ 8 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ആകെ നമ്മൾ പഠിക്കേണ്ടത് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് 3 ചാപ്റ്റേഴ്സ് മാത്രമാണ്, അല്ലെങ്കിൽ 3 ലെസൺ മാത്രമാണ്. അങ്ങനെ 6 മൊഡ്യൂളുകളിൽ നിന്നും ടോട്ടൽ നമ്മൾ 20 ലെസൺ മാത്രമേ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതുള്ളൂ. മറ്റൊരു കാര്യം, 6ാമത്തെ മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം 2-6 നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് അത് ഓപ്ഷണൽ മൊഡ്യൂളായിരിക്കും. 6A-യും 6B-യും ഉണ്ടാവും. 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് അനലൈസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അങ്ങനെ 2 മൊഡ്യൂളുകളാണ്. അതിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ, രണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതിൽ ഓരോ മൊഡ്യൂളിലും എത്ര മാർക്ക് വീതമാണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ഏത് മൊഡ്യൂളിൽ നിന്നാണോ മാർക്ക് വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. അക്കൗണ്ടൻസിയിൽ ടോട്ടൽ 6 മൊഡ്യൂളുകളാണുള്ളത്. അപ്പം ആ 6 മൊഡ്യൂളുകളിൽ നിന്നും വ്യത്യസ്ത മാർക്ക് വീതമാണ് എക്സാമിന് വരുന്നത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്കറിയാം 8 ലെസൺ ആണുള്ളത്. അതിൽ എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടത് 3 ലെസൺ മാത്രമാണ്. ആ 3 ലെസൺ, ഒന്നാമത്തെ മൊഡ്യൂളിലെ ആ 3 ലെസൺ 4ഉം 5ഉം 6ഉം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്കാണ് കിട്ടുന്നത്. അതുപോലെ മൊഡ്യൂൾ 2-ൽ നിന്നും, അതായത് സെക്കൻഡ് മൊഡ്യൂളിൽ ആകെ നിങ്ങൾ 2 ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. ആ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ലെസൺ 12ഉം ലെസൺ 13ഉം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്കാണ് കിട്ടുന്നത്. പിന്നെ ബാക്കിയുള്ള മൊഡ്യൂൾ 3യും മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6 ഇത്രയും മൊഡ്യൂളുകളിൽ നിന്നും നിങ്ങൾക്ക് ആ ബസിഫിക്കേഷൻ്റെ ഭാഗത്തുള്ള ലെസൺ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. 20 മാർക്കാണ് ഓരോ മൊഡ്യൂളിനും ഉള്ളത്. മൊഡ്യൂൾ 3-ന് 20 മാർക്ക്, മൊഡ്യൂൾ 4-ന് 20 മാർക്ക്, മൊഡ്യൂൾ 5-ന് 20 മാർക്ക്, മൊഡ്യൂൾ 6-നും 20 മാർക്ക്. ഈ മൊഡ്യൂൾ 6-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂളാണ്. ഒന്നുകിൽ ഫസ്റ്റിലത്തെ അനലൈസിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഭാഗം പഠിക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പാഠം പഠിക്കുക. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം, ഒരു മൊഡ്യൂൾ മാത്രം പഠിച്ചാൽ മതി. ഒന്നുകിൽ 6A അല്ലെങ്കിൽ 6B. അത് 6A എന്നായാലും നിങ്ങൾ 4 ലെസണാണ് പഠിക്കേണ്ടത്, 6B എന്നായാലും 4 ലെസണാണ് പഠിക്കേണ്ടത്. അതിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്. ഓക്കെ, അപ്പം ഓരോ മൊഡ്യൂൾ വൈസുള്ള മാർക്ക് നോക്കിയതിന് ശേഷം ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് മൊഡ്യൂളിൽ നിന്നാണോ വരുന്നത് അതിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ കഴിയുന്നതായിരിക്കും.